പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 17-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. വാക്കടർത്ഥം: യുക്താഹാര വിഹാരസ്യ, ആഹാരവിഹാരങ്ങളെ യുക്തമായി ചെയ്യുന്ന ആൾക്ക്, കർമ്മസു കർമ്മങ്ങളിൽ, യുക്ത ചേഷ്ടസ്യ യുക്തമായ ചേഷ്ടകളോടൊത്ത ആൾക്ക്, യുക്ത സ്വപ്നാവബോധസ്യ ഉറക്കവും ഉണർച്ചയും യുക്തമായ ആൾക്ക്, യോഗഃ യോഗം, ദുഃഖഃ ദുഃഖത്തെ നശിപ്പിക്കുന്നത്, ഭവതി ഭവിക്കുന്നു. അർജുന, യുക്തമായ ആഹാര വിഹാരങ്ങളോടും കർമ്മ വ്യാപാരങ്ങളോടും ജാഗ്രത സ്വപ്നങ്ങളോടും കൂടിയയാൾക്ക് യോഗം ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതായിത്തീരുന്നു. ഭഗവാൻ പറയുന്നത്, ആഹാരവിഹാരങ്ങളെ യുക്തമായി ചെയ്യുന്നയാൾക്ക്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ആഹാരം കഴിക്കാത്തവനും ഒരുപാട് കഴിക്കുന്നവനും യോഗം ലഭിക്കുന്നില്ല എന്ന്. ആഹാരത്തെയും വിഹാരത്തെയും, ആഹാരം ആഹരിക്കുന്നത്, ഉള്ളിലേക്ക് ചെല്ലുന്നതെല്ലാം ആഹാരമായി കണ്ടാൽ കാഴ്ചയും കേൾവിയും ഗന്ധവുമെല്ലാം ആഹാരമാണ്. എന്നാൽ ഭക്ഷണത്തെ, അന്നത്തെ ആഹാരമായി കണ്ടാൽ നാം കഴിക്കുന്നത്, അതിനെ യുക്തമായിട്ട് ആവശ്യമുള്ളത്, തൻ്റെ ശരീരത്തെ അറിഞ്ഞു കഴിക്കുന്നത്, അങ്ങനെ കഴിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ തീർച്ചയായിട്ടും യോഗത്തിന് അർഹനാണ്. മാത്രമല്ല, വിഹാരങ്ങളെ, വിഹാരം എന്ന് വെച്ചാൽ നടത്തം എന്നാണ് അർത്ഥം. നടത്തം, നാം പുറം ലോകത്ത്, ബാഹ്യലോകത്ത് അനുഭവിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. പോസിറ്റീവും നെഗറ്റീവുമായ, നന്മയും തിന്മയുമുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. ഒരു പത്രം വായിച്ചാൽ, ഒരു സിനിമ കണ്ടാൽ, ഒരു TV ന്യൂസ് കേട്ടാൽ നമ്മളെ ഒരുപാട് ചിന്താക്കുഴപ്പത്തിലാക്കുന്ന, മനസ്സിന് വിഷമതകളെ നൽകുന്ന നെഗറ്റീവ് വാർത്തകളുടെ ഒരു തള്ളിക്കയറ്റമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നടക്കുമ്പോൾ, വിഹരിക്കുമ്പോൾ, നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് നന്മകളെ മാത്രം എടുക്കുക. ഒരു പത്രം വായിക്കുമ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മുത്തശ്ശൻ ഏതെങ്കിലും ഒരു പേരക്കുട്ടിയെ പീഡിപ്പിച്ച ഒരു കഥയുണ്ടെങ്കിൽ, അന്ന് മലയാള മനോരമയുടെ, മാതൃഭൂമിയുടെ, നമ്മുടെ ഒട്ടുമിക്കവാറും മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജ് മാനഭംഗ കഥകളെ കൊണ്ട് നിറയും. ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ ഭയാനകമായ രംഗങ്ങൾ കാണിക്കും. സത്യത്തിൽ ഇത് രാവിലെ തന്നെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ദിവസം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മനസ്സ് സംഘർഷഭരിതമാകും. അതുകൊണ്ട് തന്നെ പ്രിയ സജ്ജനങ്ങൾ, ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ ഉണർന്നെണീക്കുമ്പോഴും ഇത്തരം നെഗറ്റീവ് വാർത്തകളെ ഒരു കാരണവശാലും ഉള്ളിലേക്ക് കൊണ്ടുപോകരുത്. ഇപ്പം ഭീകരന്മാർ കഴുത്തൊക്കെ അറക്കുന്ന പല രംഗങ്ങളും ആളുകൾ വാട്സപ്പിലൂടെ വിട്ടുതരും. അതുപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ, ഇത് TV യിൽ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ സിറിയയിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതിക്രൂരമായ മുമ്പ് നടന്ന ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് വല്ലാതെ കലുഷിതമായി തീരും. ഇവിടെയാണ് നമുക്കുള്ളിലേക്ക് എന്തെടുക്കണം, പുറത്തെന്തിനെ വെക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഒരു യോഗിക്കുണ്ടാവുന്നത്. ആഹാരത്തെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതെൻ്റെ പ്രാണൻ നിലനിർത്തുന്നു, അതായത് ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നടക്കുവാൻ എനിക്ക് ശരിയായ രീതിയിലുള്ളൊരു ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണം ഞാൻ യഥാവിധി ആഹരിക്കേണ്ടതുമാണ്. അതുപോലെ വിഹാരങ്ങൾ
പുറം ലോകവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാവണം. അവിടെ നിന്നാണ് ഞാനെന്ന വ്യക്തി രൂപപ്പെടുന്നത്, അതിലൊരു സംശയവുമില്ല. മാതാപിതാക്കളിൽ നിന്ന്, ഗുരുവിൽ നിന്ന്, വിദ്യാലയത്തിൽ, കൂട്ടുകാരിൽ നിന്ന്, സമാജത്തിൽ നിന്ന് ഒക്കെയാണ് നാം രൂപീകരിക്കപ്പെടുന്നത്. എങ്കിൽ ഇവരുമായിട്ടെല്ലാം നമുക്ക് സമ്പർക്കവും ഉണ്ടാവണം. പക്ഷേ അവിടെയെല്ലാം നാം നമുക്കുള്ളിൽ ഒരു നിയന്ത്രണം വെക്കണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടി മദ്യപിക്കുന്നവനൊന്നും ആയിരുന്നില്ല, പക്ഷെ അവൻ ഇന്നിന്ന ആളുകളോട് കൂടി ഇപ്പൊ നല്ല മദ്യപാനിയാണ്. അവന്റെ കൂട്ടുകാരാണ് ദോഷക്കാർ. ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മദ്യപിക്കണമെന്നും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും അവന്റെ ഉള്ളിൽ ഒരാഗ്രഹമില്ലാതെ, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ മദ്യപാനിയായി എങ്കിൽ അവന്റെ ഉള്ളിൽ അതിന്റെ സംസ്കാരമുണ്ട്. അത്തരം സംസ്കാരമില്ലാത്ത, ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയെ മദ്യപിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അല്ലെങ്കിൽ ബലമായിട്ട് അദ്ദേഹത്തിന്റെ വായിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ആളുകൾ മദ്യപാനി ആവുന്നുമില്ലല്ലോ. ഇവിടെയാണ് താൻ ജീവിക്കുന്ന ലോകത്ത് തൻ്റെ പരിമിതിയും തൻ്റെ അപരിമിതിയും തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് ചെയ്യുവാനുള്ള ദൗത്യത്തെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി, ഒരു യോഗി, ആഹാരത്തിലും നടത്തത്തിലും കൃത്യമായ നിയന്ത്രണത്തെ ഉണ്ടാക്കുന്നു. അതുപോലെ ചേഷ്ടകൾ, കർമ്മങ്ങളൊക്കെ യുക്തമായിരിക്കണം. കർമ്മങ്ങൾ ചെയ്യുന്നു നമ്മളെല്ലാവരും നിരന്തരം, പക്ഷെ ഇതിൽ യുക്തമായ കർമ്മങ്ങൾ എത്രയുണ്ട്? ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ചെയ്ത കർമ്മങ്ങളിൽ പിന്നീട് ചിന്തിക്കുമ്പോൾ അബദ്ധമായി പോയി എന്ന് തോന്നുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. കാരണം ഒന്നും യുക്തമായിരുന്നില്ല, കർമ്മങ്ങൾ ബുദ്ധിപൂർവമായിരുന്നില്ല. ഒരു 8 മണിക്കൂർ ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ തന്നെ എന്തെല്ലാം അബദ്ധങ്ങൾ, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന അബദ്ധങ്ങൾ. എന്തുകൊണ്ട്? യുക്തമായ ചേഷ്ടകളെ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ യോഗിയുടെ ചേഷ്ടകളെല്ലാം യുക്തമായിരിക്കും. അതുപോലെ യുക്ത സ്വപ്നാവബോധസ്യ, ഉറക്കവും ഉണർച്ചയും യുക്തയായ ആൾക്ക് ശരിയായ രീതിയിൽ കൃത്യമായ സമയം ഉറങ്ങണം. അതുപോലെ ശരിയായ രീതിയിൽ ഉണരുകയും വേണം. അപ്പോൾ ഉറക്കവും ഉണർച്ചയും കൃത്യമായിരിക്കണം. നിയമിക്കപ്പെട്ട സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. ഉറങ്ങാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അധികം ഉറങ്ങിയാലും പ്രശ്നമാണ്, അധികം ഉറങ്ങാതിരുന്നാലും പ്രശ്നമാണ്. യോഗിയെ സംബന്ധിച്ച് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അദ്ദേഹം അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് ആഹാരത്തെ, വിഹാരത്തെ, കർമ്മങ്ങളെ, ഉറക്കിനെ, ഉണർച്ചയെ ക്രമപ്പെടുത്തുന്നവനെ സംബന്ധിച്ച് അവൻ ദുഃഖത്തെ നശിപ്പിക്കുന്നതാകുന്നു. അവന്റെ ഈ ഭാവം ദുഃഖത്തിന്റെ നാശത്തിന് ഹേതുവാകുന്നു. ആത്യന്തികമായി ഒരു സാമാന്യ മനുഷ്യൻ എപ്പോഴും ദുഃഖിതനാണ്. കാരണം സന്തോഷമുള്ള 10 കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ദുഃഖപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളുണ്ടാവും. സന്തോഷം അങ്ങോട്ട് ശമിപ്പിക്കുമ്പോഴേക്ക് ഈ ദുഃഖം ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ചിന്ത ദുഃഖത്തിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. അവിടെയാണ് ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു കളയുന്നത്. കാര്യം ചിന്തിച്ചാൽ വളരെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വലിയ വിഷമായി തോന്നുന്നത് നമ്മുടെ ഉള്ളിലെ നിയന്ത്രണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മളെ തിരിച്ചറിയുവാനും പരിമിതികളെ വെക്കുവാനും ഉള്ളിലേക്ക് എടുക്കേണ്ടതിനെ എടുക്കുവാനും തള്ളേണ്ടതിനെ തള്ളുവാനും കഴിയുന്നില്ല. ആശയങ്ങൾ ആർക്കും പറയാം, അത് ഭഗവാനും പറയാം, എനിക്കും പറയാം. പക്ഷെ ആശയങ്ങളെ പ്രായോഗികവൽക്കരിക്കുന്നത് ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിലാണ്. ഈ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുന്നതും സ്വന്തം ജീവിതത്തിൽ അതിനെ ആവിഷ്കരിച്ച് വിജയിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ആശയം എന്നും ലോകപ്രസക്തമാകുന്നത്. അത് ആവിഷ്കരിക്ക് വിജയിപ്പിക്കപ്പെട്ടതാണ്. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയത്തെ ലോകം മുഴുവൻ തിരസ്കരിച്ച് കളഞ്ഞത് അത് ജനിച്ച മണ്ണിലും പരീക്ഷിക്കപ്പെട്ട മണ്ണിലും ഒന്നും വിജയിച്ചില്ല എന്നതുകൊണ്ടാണ്. ഒരു നല്ല ആശയമായിട്ട് അതിനെ പല ആളുകളും കണക്കാക്കുന്നു എങ്കിൽ കൂടി അത് പരീക്ഷിച്ചു വിജയിക്കാത്തത് അപ്രായോഗികമായതുകൊണ്ടാണ്. എന്നാൽ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പഴക്കം 10,000-കണക്കിന് വർഷങ്ങളുടേതാണ്. രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ 5000 വർഷം മുമ്പ് ജീവിച്ച കൃഷ്ണനും അതിൻ്റെ എത്രയോ 10,000-കണക്കിന് വർഷം മുമ്പ് ജീവിച്ച രാമനും നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിലെ നിറസാന്നിധ്യമാണ് എങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വത്തിന്റെ പ്രത്യേകത. ഇന്ന് 50 ലക്ഷത്തോളം ഹിന്ദു സ്ത്രീകൾ പൊങ്കാലയിട്ടു.
ഈ പൊങ്കാലയുടെ ഐതിഹ്യം തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹിഷാസുരന്റെ നിഗ്രഹത്തെ തുടർന്ന് ദേവിക്ക് ഭക്തജനങ്ങൾ പൊങ്കാലയിട്ടു എന്നും കണ്ണകിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അപ്പോൾ ഐതിഹ്യത്തിലും ചരിത്രത്തിലും എല്ലാം തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും. ഈ ആചാരങ്ങൾ ഒരു മുടക്കവും കൂടാതെ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതിനെയെല്ലാം നാം ജീവിതത്തിൽ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ ജീവിതത്തിൽ ആവിഷ്കരിക്കുവാൻ വളരെ എളുപ്പമാണ്. അവിടെയാണ് ചില നിയന്ത്രണങ്ങളെ കുറിച്ച് നമ്മളോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു തരുന്നത്. ആഹാരത്തെ, വിഹാരത്തെ, ഉറക്കിനെ, ഉണർച്ചയെ, കർമ്മങ്ങളെ എല്ലാം ഒന്ന് നിയന്ത്രിക്കുക, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് ഒഴിവാക്കാമായിരുന്നത്, പറയാതെ ഇരിക്കേണ്ടിയിരുന്നത്, പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകുന്നു. അച്ഛനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്. പക്ഷെ ഒരു ചിന്തയുണ്ടാവണം, അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ ആരെയെല്ലാം വേദനിപ്പിച്ചു, ആ വാക്കുകൾ എനിക്ക് ഒഴിവാക്കാമായിരുന്നു. ഇത് ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാനാണ്. എല്ലാവരും സ്വയം വാദിച്ചു ജയിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. സ്വന്തം തെറ്റിനെ കാണാതെ മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു സഹജഭാവമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തരാണ് സത്യത്തിൽ സനാതനധർമ്മികൾ. സനാതനധർമ്മം ഉള്ളിലേക്ക് നോക്കുവാൻ പറയുന്നു നമ്മളോട്, നമുക്കുള്ളിലേക്ക് നോക്കുവാൻ. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്നത്തെ ദിവസം എന്തെല്ലാം പറയേണ്ടതാത്ത് പറഞ്ഞു പോയി, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി എന്നിങ്ങനെ ഒരു ദിവസം ചിന്തിച്ചാൽ നാളെ എന്തായാലും മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അങ്ങനെ നാളെയും ചിന്തിച്ചു, മറ്റന്നാൾ ഒത്തിരി മാറ്റം ഉണ്ടാവും. ഇത് ശീലമാക്കിയാൽ ജീവിതം ഒരു 6 മാസം കൊണ്ട് അപ്പാടേ മാറി മറിഞ്ഞു പോകും. മദ്യപാനിയായ നമ്മുടെ ഒരു പഠിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മുടെ ക്ലാസ്സിലൊക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ നല്ല മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അത് ശിഥിലമാക്കി കളഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എല്ലാ ദിവസവും അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ഈ സമയമാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തോട് മദ്യപിച്ചു പോവുക. മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ മണ്ഡലമാസം വന്നു, എല്ലാവരും പിടിച്ചിട്ട് സ്വാമിയാക്കി. 41 ദിവസത്തെ വ്രതത്തെ കൃത്യമായി പാലിച്ചു. ശബരിമലയിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹം മദ്യം കുടിക്കുവാൻ സാധ്യതയുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ നിന്നും അല്പം അകന്നു നിന്നോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കാൻ തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂലമായ പരിവർത്തനത്തിന് വിധേയമായെന്ന് മാത്രമല്ല, ആ കുടുംബത്തിനും നാടിനും അദ്ദേഹം മാതൃകയായി തീർന്നു. അദ്ദേഹത്തെ താഴ്ത്തിയത് അദ്ദേഹം തന്നെ, അദ്ദേഹത്തെ ഉയർത്തിയതും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ മദ്യപാനം എന്ന് പറയുന്ന ശീലം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അപ്പാടേ താഴ്ത്തിക്കളഞ്ഞു. അത് കുടുംബത്തിന് ഒത്തിരി അധോഗതികളെ ഉണ്ടാക്കി. കുടുംബ ബന്ധങ്ങളെ, ഭാര്യാഭർത്ത് മക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ശിഥിലമായി. അങ്ങനെ ശിഥിലമാക്കപ്പെട്ടു. താൻ കാരണം തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ, തൻ്റെ സമ്പത്ത് എല്ലാം ഇതാ ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്നറിയുന്ന മാത്രയിൽ ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് വലിയ ഒരാശ്വാസമാവുകയും പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക്, ആധ്യാത്മികമായ ഭാരതീയമായ ഒരു ജീവിത ശൈലിയിലേക്ക് ആ മനുഷ്യൻ സ്വന്തം മനസ്സിന്റെ പവർ കൊണ്ട് നടന്നെടുത്തു. ഭഗവാൻ എത്ര മനോഹരമായിട്ടാ പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം. നമ്മൾ പഠിച്ചില്ല അത്? നിന്നെ ഉയർത്തുന്നത് നീ തന്നെ, നിന്നെ താഴ്ത്തുന്നത് നീ തന്നെ, നിന്റെ ബന്ധു, നിന്റെ ശത്രു ഒക്കെ നീ തന്നെ. മനയേവാം മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയ. നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധനത്തിനും മോചനത്തിനും കാരണം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഇതിൽ നിന്നും കരകയറും എന്ന് തീരുമാനിച്ചാൽ കരകയറിയിരിക്കും. ഞാൻ ഈ കുഴിയിൽ പെട്ടുപോയി, ഇതിൽ തന്നെ കിടന്ന്, ഈ ചളിയിൽ കിടന്ന്, ഈ ദുർഗന്ധത്തിൽ കിടന്ന് ജീവിക്കുവാനാണ് എൻ്റെ വിധി എന്നൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ അങ്ങനെ ചത്തുപോകും. അപ്പോ കരകയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് വിഷയങ്ങളിൽ നിന്നും നമുക്ക് കരകയറാം. അപ്പോൾ കരകയറണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഉപായങ്ങളും വഴികളും തുറക്കപ്പെടുന്നു എന്നതാണ് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുടെ നിയമം.
വഴികൾ ധാരാളമുണ്ട്, ശ്രേയസ്സിനെ പ്രാപിക്കുവാൻ വഴികൾ ധാരാളമുണ്ട്. പക്ഷേ വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള തീരുമാനം ആദ്യം സാധകന്റെ ഉള്ളിലുണ്ടാവണം. ആ ഉള്ളിലുണ്ടാകുന്ന തീരുമാനത്തിൽ നിന്ന് നമുക്ക് ആയിരക്കണക്കിന് വഴികളെ കണ്ടെത്തുവാനും രക്ഷപ്പെടുവാനും കഴിയും. അങ്ങ് കാണുന്ന മലയുടെ മുകളിൽ കയറുക അനേകമായിരം ആളുകൾ കയറിയിട്ടുണ്ട്, എനിക്കും കയറണം എന്ന ചിന്തയുണ്ടായാൽ മാത്രമേ വഴിയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നുള്ളൂ. ലക്ഷ്യത്തെ ജീവിതത്തിൽ സെറ്റ് ചെയ്തിട്ട് ശരിയായ മാർഗത്തെ തിരഞ്ഞെടുക്കുക, ലക്ഷ്യം മറന്നു കളയുക, ശരിയായ മാർഗം ശരിയായ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിക്കുന്നതാണ്. മാർഗം തെറ്റരുത്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കമ്മ്യൂണിസത്തിന്റെ തിയറിയാണ്. ഭാരതം ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. ലക്ഷ്യം ഉദാത്തമായിരിക്കണം, മാർഗം സത്യവുമായിരിക്കണം. ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ എന്ന് പറയുന്നത് ഭാരതീയ ഫിലോസഫിയേ അല്ല. മാർഗവും ശുദ്ധമായിരിക്കണം, ലക്ഷ്യവും ശുദ്ധമായിരിക്കണം. എങ്കിൽ ആ ശുദ്ധമായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ അർജുനനെ ഭഗവാൻ ബോധവൽക്കരിക്കുമ്പോൾ ധ്യാനയോഗത്തിൽ പറയുന്നു, ധ്യാനത്തിന്റെ ഒരവസ്ഥ സാധകന് യോഗം ലഭിക്കണമെങ്കിൽ ആഹാരത്തിലും വിഹാരത്തിലും അതുപോലെ ഉറക്കത്തിലും ഉണർന്നെണീക്കുന്ന കാര്യത്തിലും കർമ്മങ്ങളിലുമെല്ലാം തന്നെ മിതത്വത്തെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവൻ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുന്നു എന്ന് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.